ശ്രുതി ടീച്ചറാണ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗ് കാണാറുള്ള മക്കളാണോ എല്ലാവരും? എന്തായാലും നിങ്ങളിപ്പോ 3ാം ക്ലാസ്സിലേക്ക് പോവാണ് അല്ലേ? അപ്പൊ 3ാം ക്ലാസ് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ 2ാം ക്ലാസ്സിലെ കുഞ്ഞു കുട്ടികളല്ല, 3ാം ക്ലാസ്സിലെ വലിയ കുട്ടികളായി മാറിയിരിക്കുകയാണല്ലേ. അപ്പൊ എല്ലാവർക്കും എന്താണ് മലയാളം ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. ഓരോ ടീച്ചേഴ്സും വന്ന് നിങ്ങൾക്ക് ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് തരും കേട്ടോ. അപ്പോ ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മലയാളം വളരെ പ്രയാസമാണ് പലർക്കും മലയാളം എന്ന് ടീച്ചർക്ക് അറിയാം. അതൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും എന്താണ് നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. അവധിക്കാലമൊക്കെ ആണ്, അടിച്ചു പൊളിക്കുന്നില്ലേ എല്ലാവരും? ഉഷാറാക്കുന്നില്ലേ അല്ലെ? പലതരം കളികള് അതുപോലെ ബന്ധു വീട്ടിലൊക്കെ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? ചിലരുടെ മുഖത്തൊക്കെ ഒരു സങ്കടം. പോകാൻ പറ്റുന്നില്ല പലർക്കും അല്ലേ? അല്ലെ? പകൽ സമയങ്ങളിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റാത്ത അത്ര ചൂടാണ് അല്ലെ? അത്ര വെയിലാണ്. ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് കഠിനമാണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലേക്കാൾ ചൂട് അനുഭവപ്പെടുന്ന ഈ സമയത്ത് നിങ്ങളെ പുറത്തിറക്കാനൊക്കെ വീട്ടുകാർക്കും ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാണ് ടീച്ചർക്കും പറയാനുള്ളത്. അപ്പൊ അധികം പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങണ്ട. സൂര്യാഘാതത ടീച്ചറൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് മുഖവും കണ്ണിന്റെ താഴെയൊക്കെ നല്ല വേദനയൊക്കെ ഒരു എരിച്ചിലൊക്കെയാണ്. അതായത് വെയിൽ കൊള്ളുന്ന സമയത്ത് നമുക്ക് സ്കിന്നിനും അല്ലെ നമ്മുടെ ശരീരത്തിനത് താങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്കാട്. അപ്പൊ കുഞ്ഞു കുട്ടികളാവുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവും നേരത്തെ വലിയ കുട്ടികളായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ കുഞ്ഞു കുട്ടികൾ എന്ന് വിളിക്കുകയാണോ എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് എന്നും കുഞ്ഞു കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോ അവധിക്കാലത്ത് പല പല കളികളൊക്കെ കളിക്കുന്ന കൂട്ടത്തില് റൂമിന്റെ അകത്ത് വീടിനുള്ളിൽ തന്നെ ആയാലും അതിന്റെ ഇടയിൽ പാമ്പുകളെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട് അല്ലെ? തണുപ്പ് തേടി വരുന്ന പാമ്പുകൾ പലരെയും കടിച്ചതും മരിച്ചതും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ വെള്ളം നന്നായിട്ട് നിങ്ങൾ കുടിക്കണം കേട്ടോ. ഈ ചൂടിനെ നമുക്ക് തുരത്തി ഓടിക്കാൻ അല്ലെങ്കിൽ ചൂട് നമ്മളെ ബാധിക്കാതിരിക്കാൻ എന്താണ് വെള്ളം നന്നായിട്ട് കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ? എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത്. വന്ന കൂട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയോ ഏറ്റവും നല്ല ഭാഷ ഏതാണ്? ഏറ്റവും മധുരമുള്ള ഭാഷ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയോ മക്കളെ? അറിയാമോ? ഏറ്റവും നല്ല ഭാഷ ഏതാണ്? ഏറ്റവും മധുരമുള്ള ഭാഷ നമ്മളെ സ്വന്തം മലയാളം അല്ലെ? മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. അപ്പൊ മലയാളം തന്നെയാണ് ഏറ്റവും മധുരമുള്ള ഭാഷ. ഇംഗ്ലീഷും നമ്മൾ പഠിക്കണം, ഹിന്ദി പഠിക്കണം അല്ലെ? മറ്റുള്ള ഭാഷകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ മലയാളത്തെ നമ്മൾ നെഞ്ചോട് ചേർക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഭാഷയാണ്. അത് തെറ്റായിട്ട് എഴുതാൻ പാടുണ്ടോ? അപ്പൊ അക്ഷരങ്ങളും ചിഹ്നങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മുടെ മലയാളത്തില് പലതരത്തിലുള്ളതാ നല്ല നല്ല കഥകളുണ്ട്, അതുപോലെ മധുരമുള്ള കവിതകളുണ്ട്, കുറേ ലേഖനങ്ങൾ, കുറേ ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ട്രാവലോഗ്സ്, പല സ്ഥലങ്ങളിലും പോയിട്ട് അതിനെക്കുറിച്ചുള്ള മനോഹരമായ വിവരണമുള്ള യാത്രാ വിവരണങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മളെ പാഠപുസ്തകത്തിലും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ? അപ്പോ ഇതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് അറിയണമെങ്കിൽ നമുക്ക് അക്ഷരങ്ങൾ അറിയണം. അക്ഷരങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ചിലർക്ക് എന്താണ് മലയാളം ഇഷ്ടം ഉണ്ടാവില്ല, കഷ്ടായിരിക്കും. അപ്പോ നിങ്ങൾക്ക് മലയാളം ഇഷ്ടാണോ അതോ കഷ്ടാണോ? മലയാളത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്, മലയാളം നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ഒരു ചിത്രമൊക്കെ തന്നാൽ ചിത്രവർണ്ണനയൊക്കെ നമുക്ക് എഴുതാനുണ്ടാവും. ഈ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത് എന്നൊക്കെ തെറ്റാതെ അക്ഷരത്തെറ്റില്ലാതെ എഴുതണ്ടേ അല്ലെ? 2 കുട്ടികൾ ഊഞ്ഞാലാടുന്നു എന്നുള്ളത് 2 കട്ടികൾ അല്ലെ? ഊഞ്ഞാൽ ആടന്നു എന്നൊക്കെ എഴുതിയാലല്ലേ, ആടന്നു എന്നൊക്കെ എഴുതിയാല് അത് എന്താണ് വായിക്കാനും രസം ഉണ്ടാവില്ല. നമുക്ക് മലയാളത്തോടുള്ള ഒരു ഇഷ്ടം തന്നെ അങ്ങ് പോകും. അപ്പൊ നമ്മൾ തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അക്ഷരമാല പഠിക്കുക എന്നുള്ളത്. അപ്പോ സ്വരാക്ഷരങ്ങൾ നിങ്ങൾക്കറിയാം എന്താണ്? അ ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ ഒ ഓ ഔ അം ആ. ഇതൊക്കെ നമ്മൾ എന്താണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ കണ്ടോളൂ ആ അല്ലേ? ആ അതിന് നീട്ടലൊന്നുമില്ല. എന്നാ അത് നമ്മൾ പറയുമ്പോൾ തന്നെ നീട്ടുന്നുണ്ട്, ദീർഘമാണ് അല്ലെ? ഇത് ഹ്രസ്വമായിട്ട് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത് ദീർഘമായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഹ്രസ്വാക്ഷരങ്ങളുണ്ട്, ദീർഘാക്ഷരങ്ങളുണ്ട്. ഇത്
പഠിക്കുക. ആദ്യം നിങ്ങൾ പഠിക്കുക, അക്ഷരമാല അങ്ങ് പഠിക്കുക അല്ലെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് എല്ലാവരും എന്ത് ചെയ്യുക, സ്ലേറ്റിലൊക്കെ എഴുതി പഠിക്കുക. അല്ലെങ്കിൽ ഒരു മണല് കൊണ്ടുവെക്കുക വീട്ടിൽ. കുറച്ച് പൂഴി, വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, തേപ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, എന്താണ് വീടിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മണലുണ്ടാവും വീട്ടിൽ. ഒരു ചെറിയൊരു പ്ലേറ്റില് നമ്മൾ വീടിനൊക്കെ ഉപയോഗിച്ചോട്ടെ, വീടിന് തേപ്പിനൊക്കെ ഉപയോഗിച്ചോട്ടെ, വാർപ്പിനൊക്കെ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിച്ചോട്ടെ, പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ, ഒരു പ്ലേറ്റിൽ കുറച്ച് മണലെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എഴുതാനുള്ളതൊക്കെ അതിലെഴുതി പഠിക്കുക. ആ ആ ഇതൊക്കെ മണലിൽ എഴുതി പഠിക്കുക. സ്ലേറ്റിലൊക്കെ എഴുതി മായ്ക്കുന്നതിന് പകരം മണലിൽ എഴുതി പഠിക്കുക. ഏറ്റവും നല്ലൊരു വഴിയാണ് ടീച്ചർ പറയുന്നത്. നമുക്ക് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ പഠിക്കണം അല്ലെ. പിന്നെ കാക്ക കാക്കങ്ങ, ചാച്ച ചാച്ചങ്ങ, ടാട്ട ടാട്ടണ, ധത്ത ധത്തന, ഭപ്പ ഭപ്പമ്മ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് യാരാലാവാശ എന്താ സ ഹ ള ഴ റ വരെ നിങ്ങൾ പഠിക്കും അല്ലെ. പിന്നെ നമ്മൾ എന്ത് പഠിക്കും? ചില്ലക്ഷരം കൂന്നൊക്കെ എഴുതാൻ, മാൻ എഴുതാൻ, കാർ അല്ലെ, മുയൽ, അവൾ, തേൾ എന്നൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് ചില്ലക്ഷരങ്ങളും നമ്മള് പഠിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ചിഹ്നങ്ങളൊക്കെ പഠിച്ച് വാക്കുകളിലേക്ക് പോകാൻ പറ്റുക അല്ലെ. കാക്കക്ക് എന്ത് വേണം? കാന്റെ കൂടെ ആ എന്ന് പറയുന്ന സ്വരാക്ഷരം വരുമ്പോഴാണ് കാ എന്ന് വരുന്നത്. അത് ടീച്ചർ മറ്റൊരു വീഡിയോയിൽ ചെയ്തു തരാം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് തരുന്ന ടാസ്ക് ഇത് പഠിക്കുക എന്നുള്ളതാണ്. ഇത് ഇരുന്ന് പഠിക്കുക. ഒരു എളുപ്പമാണ്. വീട്ടിലൊരു ചാർട്ടിലൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ച് തരാൻ അമ്മയോടും അച്ഛനോടൊക്കെ പറയാം. ആദ്യം നിങ്ങൾ സ്വരാക്ഷരം പഠിക്കുക. ഞാൻ പറഞ്ഞ മണലിൽ പഠിക്കുകയാണെങ്കിൽ അത് എളുപ്പം നിങ്ങൾക്ക് എന്താണ് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നോക്കൂ. ഗക്ക ഗക്കങ്ങ, ചച്ച ചച്ചഞ്ഞ, ടട്ട ഠട്ടന, തത്ത ധത്തന, പപ്പ ഭപ്പമ്മ അല്ലേ. ശരിയല്ലേ? യെസ്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താണ് എളുപ്പത്തില് എല്ലാ കാര്യങ്ങളും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും കേട്ടോ. സോ ഇനി ഞങ്ങള് കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഇങ്ങ് ചേർന്ന് പഠിച്ചോളാം. അപ്പോ ഞാൻ തരുന്ന ടാസ്ക് ഇതാണ്. ഇനി ടീച്ചർ എന്ത് ചെയ്യും? ബേസിക് ആയിട്ടുള്ള ചില ചിഹ്നങ്ങൾ, അത് ചേർത്തിട്ടുള്ള വാക്കുകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഇനി പാഠപുസ്തകങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് അതിൽ അയച്ചു തരുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. സോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം, അക്ഷരം പഠിക്കുക. പറ്റുമെങ്കിൽ ഒരു പ്ലേറ്റിൽ, ഒരു സ്റ്റീലിന്റെ പ്ലേറ്റിൽ കുറച്ച് മണൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത്, ചിഹ്നങ്ങൾ പഠിക്കുന്ന സമയത്ത്, വാക്കുകൾ പഠിക്കുന്ന സമയത്ത് ആ മണലിൽ എഴുതുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു വഴിയാണ്. നിങ്ങളുടെ തലച്ചോറിലേക്ക് എളുപ്പത്തില് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ എത്തും. മറന്നു പോവുകയില്ല കേട്ടോ. ഇത് പാരന്റ്സും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ബൈ.